സ്വാഗതം. വലിയൊരു തട്ടിപ്പ് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെയും ചർച്ച ചെയ്തതാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയെയും അർജന്റീനൻ ടീമിനെയും കേരളത്തിൽ കൊണ്ടുവരുമെന്ന വാഗ്ദാനത്തിന് പിന്നിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളിൽ സർക്കാർ ഇപ്പോൾ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കും എന്നതിന്റെ വിവരങ്ങളാണ് വരുന്നത്. കായിക വകുപ്പ് സെക്രട്ടറി നൽകിയ റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തലുകളാണ് ഉണ്ടായിരുന്നത്. അന്നത്തെ കായിക മന്ത്രി വി അബ്ദുറഹ്മാനാണ് എല്ലാത്തിനും നേതൃത്വം നൽകിയതെന്നാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. മന്ത്രിയുടെ വഴിവിട്ട നീക്കങ്ങൾക്ക് അന്നത്തെ ചീഫ് സെക്രട്ടറി ഒത്താശ ചെയ്തു നൽകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ മാത്രമേ തനിക്ക് അറിയൂവെന്ന് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് ഇന്ന് പറഞ്ഞു. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് കരാറിൽ ഏർപ്പെട്ടതെന്നും മുൻ സർക്കാരിനതിൽ വ്യക്തതയുണ്ടായിരുന്നു എന്നുമാണ് റിപ്പോർട്ടർ TV ഉടമ ആൻഡ്രൂ അഗസ്റ്റിൻ ഇക്കാര്യത്തിൽ വിശദീകരിച്ചത്. അങ്ങനെയൊക്കെയുള്ള വിശദീകരണങ്ങൾ വരുമ്പോഴും ഇതിൽ ദുരൂഹതകൾ നീങ്ങുന്നില്ല. വിദേശ നാണ്യം രാജ്യത്തിന് പുറത്തേക്ക് കടത്തൽ മാത്രം ലക്ഷ്യമിട്ടുള്ള നീക്കമായിരുന്നു എന്നതാണ് ഉയരുന്ന സംശയം. സർക്കാരിന് പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന വാദത്തിൽ കഴമ്പില്ല. സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്താണ് ഇടപാടുകൾ നടത്തിയതെന്ന് മന്ത്രി OJ ജനീഷ് പറയുമ്പോൾ എല്ലാ വിഷയങ്ങളിലും സമഗ്ര പരിശോധനയ്ക്ക് സർക്കാർ തയ്യാറാകുമോ എന്നതാണ് നോക്കിക്കാണുന്നത്. നിരവധി ചോദ്യങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറുപടി വേണം. ലയണൽ മെസ്സിയുടെയും അർജന്റീനൻ ടീമിന്റെയും കേരള സന്ദർശനം വാഗ്ദാനം ചെയ്തു നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ കായിക വകുപ്പ് സെക്രട്ടറി നൽകിയ റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തലുകളാണുള്ളത്. മുൻ മന്ത്രി വി അബ്ദുറഹ്മാനും ആൻഡ്രൂ അഗസ്റ്റിനും നൽകിയ വിശദീകരണങ്ങൾ കൊണ്ട് മാത്രം ദുരൂഹത നീങ്ങുന്നില്ല. സൗഹൃദ മത്സരം കളിക്കാൻ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗികമായി സമ്മതിച്ചു എന്ന് കാണിച്ച് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചതായി കായിക വകുപ്പിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ വാദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് 126 കോടി രൂപ വിദേശത്തേക്ക് അയക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. എന്നാൽ ഇത്തരമൊരു കരാറോ ഔദ്യോഗിക സമ്മതപത്രമോ ഇല്ലാതെയാണ് സംസ്ഥാന സർക്കാർ സ്പോൺസർക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചത്. മന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയ പ്രപ്പോസലിൽ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല. സ്പോൺസറെ തെരഞ്ഞെടുത്തതിൽ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടില്ല. നൽകിയ 126 കോടി രൂപ സർക്കാരിൻ്റേതല്ല, തൻ്റേതാണ് എന്ന് പറയുന്ന സ്പോൺസർക്ക് ആ പണം തിരിച്ചു കിട്ടിയോ ഇല്ലയോ, ഇല്ലെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ എന്ത് നടപടി സ്വീകരിച്ചു? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. ഈ സാഹചര്യത്തിൽ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്ന വിവരങ്ങളിൽ സർക്കാർ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കുമെന്നതാണ് ലഭിക്കുന്ന വിവരം. റിപ്പോർട്ട് പൂർണ്ണമായും പരിശോധിച്ച ശേഷം അന്വേഷണ ഏജൻസിയെ നിശ്ചയിക്കാനാണ് നീക്കം. വിഷയം ധനകാര്യ വകുപ്പും പ്രത്യേകം പരിശോധിക്കുന്നുണ്ട്. നാളത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നതാണ് കരുതുന്നത്. ഇതിനിടെയാണ് ആശയവിനിമയത്തിൽ ഇടനില നിന്ന കോളേജ് അധ്യാപികയുടെ വിവരങ്ങൾ പുറത്തുവരുന്നത്. വി അബ്ദുറഹ്മാൻ കായിക മന്ത്രിയായിരിക്കെ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായി നടത്തിയ ഇമെയിൽ ആശയവിനിമയത്തിൽ പൊന്നാനി MES കോളേജ് ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ അമീറ ആയിഷ ബീഗം കൂടി കടന്നുവന്നത് എങ്ങനെയാണെന്നതും വിവാദമായി തുടരുന്നു. 9 ദശലക്ഷം US$ ലഭിച്ചുവെന്ന് കാട്ടി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇന്റർനാഷണൽ റിലേഷൻസ് ഹെഡ് പബ്ലോ ജെ ഡയസ് കായിക മന്ത്രിക്ക് അയച്ച മെയിലിൽ അമീറ ആയിഷ ബീഗത്തിനും കോപ്പി വെച്ചിട്ടുണ്ട്. കായിക മന്ത്രി നടത്തിയ ഔദ്യോഗിക ആശയവിനിമയങ്ങളെല്ലാം ഇവരും കണ്ടിട്ടുണ്ട്. ഖത്തറിൽ ലോകകപ്പ് കാണാൻ പോയിരുന്നുവെന്നും പാബ്ലോ ഡയസുമായി പരിചയമുണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വിഷയത്തിൽ ഇടപെട്ടതെന്നുമാണ് അമീറ പറയുന്നത്. തുടക്കത്തിൽ സ്പോൺസർക്കും മുൻ മന്ത്രിക്കും വേണ്ടി AFAയുമായി ആശയവിനിമയം നടത്തിയിരുന്നതും മെയിലുകൾ തയ്യാറാക്കിയിരുന്നതും താനാണ് എന്നും അവർ പറയുന്നുണ്ട്. ഇവരുടെ ഇടപെടലും അന്വേഷണ പരിധിയിൽ വരും എന്നതാണ് വിവരം. സർക്കാർ സംവിധാനങ്ങളുണ്ടെന്നിരിക്കെ, അവിടെ സെക്രട്ടറിമാരും ഉദ്യോഗസ്ഥരും ഉണ്ടെന്നിരിക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരാളുടെ ഇടപെടൽ ഇതിലുണ്ടായി എന്നതാണ് അതിലെ ദുരൂഹത. കാര്യങ്ങളൊക്കെ അന്വേഷിക്കും എന്ന വിവരങ്ങളുണ്ട്. ഇടനിലക്കാരിയായി ഇവർ എത്തിയത് എങ്ങനെയെന്നും മന്ത്രിയുടെ ആശയവിനിമയത്തിൽ പങ്കാളിയായത് എന്തിനെന്നും ഉള്ള അന്വേഷണമായിരിക്കും ഇക്കാര്യത്തിൽ നടക്കുക എന്നതാണ് അറിയുന്നത്. ധനവകുപ്പിന്റെ വീഴ്ചകളും വളരെ ഗൗരവമുള്ളതാണ്. സ്പോൺസറെ കണ്ടെത്തിയതിലെ ഗുരുതര വീഴ്ചയുണ്ട്. കേന്ദ്രത്തിൽ നൽകിയ കത്തിലെ അവ്യക്തത, കളക്ഷൻ ഏജന്റിന്റെ ദുരൂഹ പശ്ചാത്തലം, ഇതെല്ലാം വിശദമായി അന്വേഷിക്കാനാണ് നീക്കം എന്നതാണ് അറിയുന്നത്. അന്നത്തെ കായിക മന്ത്രി വി അബ്ദുറഹ്മാനാണ് എല്ലാത്തിനും നേതൃത്വം നൽകിയതെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മന്ത്രിയുടെ വഴിവിട്ട നീക്കങ്ങൾക്ക് അന്നത്തെ ചീഫ് സെക്രട്ടറി ഒത്താശ ചെയ്തു നൽകിയെന്നും ഈ കണ്ടെത്തലിലുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രിയിലേക്ക് വിരൽ ചൂണ്ടുന്ന പല കാര്യങ്ങളും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ന് അന്നത്തെ മുഖ്യമന്ത്രിയും ഇന്ന് പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആ കാര്യങ്ങളിൽ മറുപടി പറഞ്ഞു. ഇപ്പോൾ പറയുന്ന പ്രശ്നങ്ങളൊന്നും അതിലില്ല, ഈ കരാറുമായി ബന്ധപ്പെട്ടില്ല എന്നതാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത്.
എന്ത് അന്വേഷണം നടക്കുമെന്ന് അറിയില്ല. മന്ത്രിക്ക് സ്പെയിനിൽ പോകാൻ കരാറൊന്നും ആവശ്യമില്ല. ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനുള്ള ശ്രമമെന്നാണ് സംശയിക്കുന്നത്. മെസ്സി വിവാദത്തിൽ മുൻ കായിക മന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കും എന്നും അദ്ദേഹം പറയുന്നു. ഔദ്യോഗികമായി തനിക്ക് കത്ത് കിട്ടിയിട്ടില്ല, ചില കാര്യങ്ങൾ മാത്രമേ തനിക്ക് അറിയൂ എന്നതാണ് പിണറായി വിജയൻ ഇക്കാര്യത്തിൽ പറയുന്നത്. ഒരു ഘട്ടത്തില് മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നുള്ളത് വസ്തുതയാണ്. അതിന്റെ ഭാഗമായി ആ ടീം അവർക്ക് വരുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ ചില നടപടികൾ ഉണ്ടായി എന്നതും നമ്മൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ആ കാര്യത്തിൽ അന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത മന്ത്രി എന്ന നിലക്ക് ശ്രീ അബ്ദുറഹ്മാൻ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഈ പറയുന്ന തരത്തിലുള്ള ഒരു പ്രശ്നവും അടങ്ങിയിട്ടില്ല. വരണമെന്ന് പൊതുവിൽ നാട് ആഗ്രഹിച്ചിരുന്നു, വരുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്തിരുന്നു. പക്ഷെ അവർക്ക് അവരുടേതായ കാരണങ്ങളാൽ വരാൻ പറ്റിയില്ല എന്നുള്ളതാണ് പിന്നീട് സംഭവിച്ചത്. അതിൻ്റെ മേലെ എന്തന്വേഷണം നടത്താനാണെന്ന് അന്വേഷിച്ചാലേ പറയാൻ പറ്റും. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് കരാറിൽ ഏർപ്പെട്ടതെന്നും മുൻ സർക്കാരിന് ഇതിൽ വ്യക്തതയുണ്ടായിരുന്നു എന്നതുമാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന് വേണ്ടി ആൻഡ്രൂ അഗസ്റ്റിൻ പ്രതികരിച്ചത്. എല്ലാവിധത്തിലുമുള്ള തെളിവുകൾ തന്റെ ഭാഗത്തുണ്ട്, ഏത് ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയുണ്ട്, തെളിവുകളുണ്ട് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ആ തെളിവുകൾ പുറത്തുവിടുന്നതിൽ അന്താരാഷ്ട്ര കോടതിയിൽ നടക്കുന്ന ചില നടപടിക്രമങ്ങളുടെ ഭാഗമായി പരിമിതി ഉണ്ട് എന്ന കാര്യവും സൂചിപ്പിക്കുന്നു. എന്തായാലും എല്ലാം സുതാര്യമായാണ് നടന്നത്. നഷ്ടമുണ്ടായത് തനിക്ക് മാത്രമാണ്, സർക്കാരിന് 1 രൂപയുടെ പോലും നഷ്ടമുണ്ടായിട്ടില്ല എന്നതാണ് ആൻഡ്രൂ അഗസ്റ്റിന്റെ പ്രതികരണം. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ഇവർ പറയുന്നത് ശരിയായിട്ടാണല്ലോ എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അവരുമായിട്ട് എഗ്രിമെന്റ് ഉണ്ട്, ഗവൺമെന്റിനെ അറിയാം, ഗവൺമെന്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അവർ വരുന്ന ഡേറ്റ് ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്, എല്ലാ രേഖകളും സർക്കാരിന്റെ കയ്യിൽ തന്നെ ഉണ്ട്. പിന്നെ ഇത് ഏത് അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് എനിക്കറിയില്ലാത്തത്. കാരണം ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും വെഞ്ചൻസ് തീർക്കാൻ വേണ്ടി റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഞാൻ വിചാരിക്കുന്നില്ല ഇതൊരു ജെന്യുവൻ റിപ്പോർട്ടാണ് എന്നുള്ള നിലയ്ക്ക്. അപ്പൊ അതിനർത്ഥം എന്ന് പറയുന്നത് അവിടെയുള്ള രേഖകൾ ഒന്നും പരിശോധിക്കാതെയാണ്, ഒരു രേഖയില്ല എന്ന് പറയുന്നതാണ് വിചാരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക നഷ്ടമുണ്ടായോ എന്നതല്ല, സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തു എന്നതാണ് മെസ്സിയെ കൊണ്ടുവരാനുള്ള നീക്കത്തിൽ നടന്ന തട്ടിപ്പ് എന്നതാണ് കായിക മന്ത്രി OJ ജനീഷ് ചൂണ്ടിക്കാട്ടുന്നത്. ദുരൂഹമായ പല ഇടപാടുകളും മുൻ കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ നടത്തിയിട്ടുണ്ട് എന്നൊരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. മുൻ മന്ത്രിയുടെ പ്രത്യേക താൽപര്യം എന്തായിരുന്നു എന്നതിൽ വ്യക്തത വരണം. സർക്കാർ പണം ചെലവഴിച്ച് അബ്ദുറഹ്മാൻ സ്പെയിനിലേക്ക് യാത്ര നടത്തിയ കാര്യവും കായിക മന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിദേശത്തേക്ക് എന്തിനാണ് പണം അയച്ചത്, അത് എന്തിനാണ് ഉപയോഗിച്ചത് തുടങ്ങിയ ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സർക്കാർ എന്ന ഒരു വലിയ അതോറിറ്റിയെ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു സ്വകാര്യ ഇവന്റ് മാനേജ്മെന്റിന് അല്ലെങ്കിൽ ഒരു സ്വകാര്യ ഇവന്റ് നടത്താൻ വേണ്ടി വരുന്ന ഒരു സ്വകാര്യ വ്യക്തിക്ക് സർക്കാരിൻ്റെ പേരുപയോഗിക്കാൻ, സർക്കാരിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ, ഭരണയന്ത്രം ഉപയോഗിക്കാൻ, ചീഫ് സെക്രട്ടറി മുതൽ ജില്ലാ കളക്ടറും പോലീസും GCDയും അതോടൊപ്പം തന്നെ SKF ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോൾ അതിന് വേണ്ടുന്ന പ്രൊസീജിയറിൽ നടത്തേണ്ടുന്ന കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിക്ക് അദ്ദേഹത്തിന് ലാഭമുണ്ടാക്കാൻ സൗകര്യമൊരുക്കിയതിന് ശേഷം സർക്കാരിന് ചില്ലിക്കാശ് നഷ്ടമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് സർക്കാർ പാലിക്കേണ്ടതായ കുറേയേറെ കാര്യങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കേന്ദ്ര അനുമതി ലഭിക്കുന്നതിന് വേണ്ടുന്ന അപേക്ഷകൾ ഉൾപ്പെടെ ലഭ്യമാക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയൊക്കെ അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ധനകാര്യ വകുപ്പിന്റെ ഇടപെടലുകളും അന്വേഷണത്തിൽ സംശയത്തിന്റെ നിഴലിലാണ്. സ്പോൺസറെ കുറിച്ചുള്ള പ്രാഥമികമായ പരിശോധനകൾ പോലും ധനവകുപ്പ് നടത്തിയിട്ടില്ല എന്നതാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ സ്പെഷ്യൽ സെക്രട്ടറിയുടെ ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ് ഉള്ളത്. നിയമങ്ങൾ പാലിക്കാതെ ഒരു സ്വകാര്യ കമ്പനിക്ക് ഇത്ര വലിയ പദ്ധതി കൈമാറിയതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ഉണ്ടാകും എന്നത് തന്നെയാണ് സൂചന. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന വാഗ്ദാനം പാഴായത് കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ നിരാശപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അത് കേരളത്തിനാകെ നാണക്കേടായി തന്നെ മാറിയിരിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്വവും ഇടപാടുകളിലെ സുതാര്യതയും സംബന്ധിച്ച് ഗൗരവമായ ചോദ്യങ്ങൾ കൂടി ഈ സംഭവം ഉയർത്തുന്നുണ്ട്. കായിക വകുപ്പ് സെക്രട്ടറി അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ച സാഹചര്യത്തിൽ ആരോപണങ്ങൾ രാഷ്ട്രീയ വിവാദമായി മാത്രം തുടരാതെ യാഥാർത്ഥ്യം പുറത്തുവരേണ്ടത് അനിവാര്യമാണ്.
മെസ്സിയുടെ പേരുപയോഗിച്ചുള്ള പ്രഖ്യാപനങ്ങൾക്കും സാമ്പത്തിക ഇടപാടുകൾക്കും പിന്നിലെ വസ്തുതകൾ ജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കപ്പെടണം. ആർക്കൊക്കെ പങ്കുണ്ട്, എന്തൊക്കെയാണ് നടന്നത്, എന്തായിരുന്നു ലക്ഷ്യം, എല്ലാ വിവരങ്ങളും പുറത്തുവരണം. വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ഉത്തരവാദികളെ കണ്ടെത്തി അവർക്ക് അർഹിക്കുന്ന ശിക്ഷയും ഉറപ്പാക്കണം. അക്കാര്യങ്ങളിൽ സർക്കാരിന്റെ നീക്കം എന്താണ് എന്നതാണ് ഇനി വ്യക്തമാകാനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.